സഫീന. ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. MES ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. OISL ഇപ്പം അടുത്ത് സൗദി പ്രോമെട്രി പാസ്സായതുണ്ട്. ഞാൻ പാർവതി, ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഓയിസ്റ്ററിൽ റീസെൻ്റ് ആയിട്ട് മാർച്ചിൽ എക്സാം എഴുതി പാസ്സായതാണ്. ഞാനിപ്പോൾ മംഗലാപുരത്ത് വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് റിസൈൻ ചെയ്തു. എൻ്റെ പേര് സോണിയ, എൻ്റെ വീട് എറണാകുളത്താണ്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് മലപ്പുറത്ത് MBS-ലാണ്. ഞാനിപ്പം റീസെൻറ്റ് സൗദി പ്രോമെട്രിക്ക് വിന്നറാണ് ഓയിസ്റ്റർ. എൻ്റെ പേര് ശ്രീലക്ഷ്മി, ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ 108 ആംബുലൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രോമെട്രിക്ക് ഖത്തർ പ്രോമെട്രിക്ക് എഴുതിയിട്ട് പാസ്സായതാണ് ഓയിസ്റ്ററിലൂടെ. ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇവിടെ പഠിച്ചതാണ്. ഞങ്ങളൊരു 6 പേരായിരുന്നു ഗ്യാങ്. ഇവള് ഖത്തർ, ഞങ്ങൾ ബാക്കിയെല്ലാം സൗദി ആയിരുന്നു. ഇവിടുത്തെ PPT ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് നിങ്ങൾക്ക്, നോളജിനാണെങ്കിലും. പക്ഷേ ബേസ് ആയിട്ട് നിങ്ങൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഓൺലൈൻ ക്ലാസ്സസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. മാമിൻ്റെ ക്ലാസ് ആണെങ്കിലും ഇവിടെ വന്നിട്ട് സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ആണെങ്കിലും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എക്സാം എഴുതുന്ന 10 ദിവസം നമ്മൾ ഇവിടെ വന്ന് നിൽക്കുമ്പം ഭയങ്കര നമുക്കൊരു വീട് പോലൊക്കെ തന്നെ തോന്നും. 10 ദിവസം ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി. PPT ഒക്കെ ഞങ്ങൾ ഓടിച്ച് ആദ്യമൊക്കെ പേടിയായിരുന്നു, എങ്ങനെ തീരുമോ എന്ന്. പക്ഷെ എന്നാലും ഞങ്ങൾ ഒരു വിധത്തിൽ തീർത്തു. റിവിഷൻ ചെയ്യാൻ പറ്റുന്ന അത്രയും റിവിഷൻ ചെയ്തിട്ടൊക്കെ പോവാം. കുറച്ചൊക്കെ നമ്മൾ പഠിച്ചാൽ മതി. പക്ഷെ എക്സ്ട്രാ എഫേർട്ട് ഇട്ടൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെയൊക്കെ തന്നെ എളുപ്പമാണ്. പിന്നെ സാറിൻ്റെ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ ആയിട്ട് എക്സാം എഴുതാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പാസ്സാവും. ടെൻഷനൊന്നും ഇല്ലാതെ സാറ് പറയുന്നതൊക്കെ കേട്ട് അതുപോലെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഒരുപാട് ടെൻഷൻ അടിച്ചൊക്കെ പോകുമ്പോൾ അപ്പോഴായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക. പക്ഷേ അതല്ലാതിരിക്കുമ്പം നമ്മൾ ഭയങ്കര കൂളായിരിക്കും. എക്സാം എഴുതാനൊക്കെ നല്ല രീതിയിൽ പാസ്സായിട്ട് വരാൻ പറ്റും. പിന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 10 ദിവസം എന്ന് പറയുന്നത് പെട്ടെന്ന് പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കോണ്ടാക്ട് ആയവരാണ്, ഞങ്ങൾ ഇവിടെ വന്നിട്ട് കണക്റ്റഡ് ആയവരാണ്. ഞങ്ങൾ ഭയങ്കര നന്നായിട്ട് ഭയങ്കര ഫ്രണ്ട്സായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്സായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇടയിൽ പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരുടെയും അറിയാം, അതെ, നമുക്ക് മനസ്സിലാവുക. ഷെയർ ചെയ്താ പഠിച്ചത്, ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ കുറച്ച് സമയമൊക്കെ പോകും. പക്ഷെ നമ്മൾ പഠിക്കുന്നതല്ല വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരാൾക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ക്യാച്ചപ്പ് ചെയ്തുകൊണ്ട് വന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള നമ്മുടെ സ്റ്റാഫാണെങ്കിലും നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഒരു വീട് പോലെ തന്നെയാണ് ഞങ്ങൾ 11 ദിവസം ഇവിടെ കഴിഞ്ഞു പോയത്. പിന്നെ ഫുഡായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുക എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അത്ര അടിപൊളിയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ നമ്മൾ പഠിച്ചേണ്ട ഒരു. ആദ്യം നമ്മൾ എക്സാം എഴുതുമ്പോഴൊക്കെ അവനവൻ്റെ ഇത് ബുക്ക് എടുക്കുന്നു, പഠിക്കുന്നു. ഇത് ബുക്കില്ല, പേപ്പറില്ല, പേനയില്ല, ഒന്നുമില്ലാതെ നമ്മൾ സ്വന്തം വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന ആ മെത്തേഡ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ കൂളായിട്ട് നമുക്ക് നമ്മുടെ ഇതിൽ പോയി കണ്ട് എക്സാം എഴുതാൻ പറ്റി. ഒരുപാട് താങ്ക്സ് ഓയിസ്റ്ററിന്റെ എല്ലാ ടീംസിനോടും. സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ് അത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അത് അങ്ങനെ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് എക്സാം പാസ്സാൻ പറ്റും. ഇവിടുന്ന് പഠിക്കുന്ന സമയത്ത് പഠിക്കുക, റൂമിൽ പോയാൽ റിലാക്സ് ആവുക, അതിൽ കൂടുതൽ ഒന്നും പഠിക്കരുത്. സാറ് പറഞ്ഞ ആ മോട്ടിവേഷൻ അങ്ങനെ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് പാസ്സാൻ പറ്റും. അതെ, ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ കുഴപ്പമൊന്നുമില്ലാതെ എക്സാം എഴുതാനും പാസ്സാകാനും പറ്റി. അപ്പോൾ അതുകൊണ്ട് ഓയിസ്റ്ററിന്റെ ടീമിനോട് ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഭയങ്കരമായിട്ട് താങ്ക്സ്.